ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസിൽ ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യത കുറവാണെന്നുള്ള വിലയിരുത്തലാണുള്ളത്. അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇപ്പോൾ SITയുടെ നീക്കം. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനും SIT നീക്കം ആരംഭിച്ചിട്ടുണ്ട്. സനിസ ശോഭാചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. സനിസ, കുറ്റപത്രം വൈകുന്നതിൽ വലിയ വിമർശനങ്ങളും എതിർപ്പുകളും ശക്തമാകുന്നതിനിടയിൽ ഒരു ഇടക്കാല റിപ്പോർട്ടിനുള്ള ഒരുക്കം SIT നടത്തുന്നതായുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ട് വേണ്ട, കുറച്ച് സമയമെടുത്താലും അന്തിമ റിപ്പോർട്ട് മതി എന്നതാണോ തീരുമാനം? അങ്ങനെയെങ്കിൽ ഫെബ്രുവരി മാസത്തിലും ഉണ്ടാകില്ലേ അത്? സേഫു, ഫെബ്രുവരിയിലും സാധ്യതയില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുറ്റപത്രത്തിന് ഫെബ്രുവരിയിൽ പോലും സാധ്യത കുറവാണ്. ഭാഗിക കുറ്റപത്രം നിലനിൽക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. കൂടാതെ തന്നെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ്. ഇത്തരത്തിൽ കുറ്റം സമർപ്പിച്ചാൽ പിന്നീട് പ്രതികൾ അതിൽ നിന്നും അവർ ചാടിപ്പോവാതിരിക്കാനുള്ള, പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെങ്കിൽ വ്യക്തവും സ്പഷ്ടവുമായിട്ട് എല്ലാ തരത്തിലും പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കണമെന്ന ഒരു നിലയിലേക്കാണ് SITയുടെ നീക്കം. കൂടാതെ തന്നെ VSSCയുടെ വിശദ റിപ്പോർട്ടും വൈകും. ആ ഒരു സാഹചര്യത്തിലാണ് ഈ സ്വർണത്തിന്റെ അടക്കം നമ്മുടെ തെളിവുകളുടെ അടക്കം ശാസ്ത്രീയമായ തെളിവുകളാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുക. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ശാസ്ത്രീയ തെളിവുകളുടെ റിപ്പോർട്ട് അത് വൈകും. VSSCയുടെ റിപ്പോർട്ട് വൈകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റപത്രം വൈകാനുമുള്ള സാധ്യതയായിട്ട് SIT വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ പത്മകുമാറിന്റെ കയ്യക്ഷരത്തിന്റെ ഫലത്തിനും ആഴ്ചകൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ ഒരു സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് വൈകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ തെളിവുകളൊക്കെ, ശാസ്ത്രീയ തെളിവുകളൊക്കെ ലഭിച്ചാൽ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ. പ്രതികൾ മൊഴിമാറ്റാൻ സാധ്യതയുണ്ടെന്നും നിഗമനമുണ്ട്. ഈ അന്വേഷണം ഇപ്പോൾ 90 ദിവസത്തിൽ എത്താൻ പോകുന്നു. ഇത്രയും കാലമായിട്ട് പ്രതികൾ ചിലർ റിമാൻഡിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്, ചിലർ ജയിലിൽ തുടരുന്ന സാഹചര്യമാണ്. എന്നാൽ കുറ്റാരോപിതരും അതുപോലെ തന്നെ ചോദ്യം ചെയ്തവരും ഒക്കെ പുറത്തുണ്ട്. ഒന്നാം പ്രതിയായിട്ടുള്ള പോറ്റിക്ക് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പോറ്റി പുറത്തു വരികയാണെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു കേസിലും FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ, റിമാൻഡിലാക്കാൻ പറ്റാതെ പോറ്റി പുറത്തു വരികയാണെങ്കിൽ ഇത്തരത്തിൽ കേസിന്റെ ഗതി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. പോറ്റി പുറത്തു വന്നാൽ ആളുകളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങൾ പുറത്തു പറഞ്ഞ് അന്വേഷണത്തെ വഴിതെറ്റിക്കാനോ ഒക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കുറ്റപത്രവും വൈകുന്ന ഒരു സാഹചര്യം വരുന്നത്. അന്വേഷണത്തിന് മെല്ലെപ്പോക്ക് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അടക്കം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ തന്നെ കടകംപള്ളിയിലേക്കൊക്കെ കടകംപള്ളിയെ ചോദ്യം ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിലേക്കൊന്നും അന്വേഷണം എത്താത്തതിലും ഒക്കെ പ്രതിപക്ഷം, കോൺഗ്രസ് പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പത്മകുമാർ അടക്കം ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ശങ്കർദാസ് ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന്റെ